നമസ്കാരം. നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിക്ഷേപങ്ങൾ നമ്മൾ കാണാറുണ്ട്. ശരിക്കും അതിൽ ഏതാണ് നല്ലത് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഏതാണ് നിങ്ങൾക്കുള്ള റൈറ്റ് പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെ നമ്മൾ അറിയുന്ന കാര്യമാണ്, പല ഇൻഷുറൻസ് കമ്പനികളും കുട്ടികളുടെ പ്ലാനുകൾ കൊണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പല മേഖലകളിലുള്ള കുട്ടികളുടെ സുകന്യ സമൃദ്ധി പോലെയുള്ള അല്ലെങ്കിൽ പോസ്റ്റൽ ഓഫീസുകളിലൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ കുട്ടികളുടെ പ്ലാനുകൾ കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏതാണ് എന്ന് കൺഫ്യൂസ് ഉണ്ടാവില്ലേ? ഇവിടെ നോക്കേണ്ട കാര്യം, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കുട്ടികളുടെ പ്ലാൻ മ്യൂച്വൽ ഫണ്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. കാരണം മ്യൂച്വൽ ഫണ്ടിൽ കുട്ടികളുടെ ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 5 വർഷത്തോളം നമുക്ക് ലോക്കിനുള്ള പ്ലാനുകളാണ്. 5 വർഷം ഒരു കാരണവശാലും കുട്ടിയുടെ ഫണ്ട് പിൻവലിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ റിഡംഷൻ, അതായത് പിൻവലിക്കാനുള്ള ഒരു ഭീഷണി ഈ ഫണ്ടുകളിൽ, മ്യൂച്വൽ ഫണ്ടിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടുകൾ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഫണ്ട് മാനേജർമാർക്ക് പറ്റാറുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നല്ല രീതിയിലുള്ള മാർക്കറ്റിലുള്ള ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ കുട്ടികളുടെ ഫണ്ടിൽ സാധിക്കാറുണ്ട്. അവിടെ നോമിനി കുട്ടിയായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബെനിഫിഷ്യറി കുട്ടിയായതുകൊണ്ട് തന്നെ ഭാവിയിൽ കുട്ടിയുടെയും പാരൻറ്റിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കുട്ടിയുടെ സ്വന്തമായിട്ടുള്ള അക്കൗണ്ടിലേക്കോ മാത്രമേ ഈ പറയുന്ന ഫണ്ട് തിരിച്ചു കൊടുക്കുള്ളൂ. കുട്ടിക്ക് 18 വയസ്സോ അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷമുള്ള 5 വർഷമോ ഏതാണോ ആദ്യം വരണത്, അതാണ് ഇതിൻ്റെ മെച്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ. 18ാമത്തെ വയസ്സ് കുട്ടിക്കാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് മെച്യൂരിറ്റിയിലേക്ക് പോകുന്നൊരു ഫണ്ടാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഏത് ഫണ്ടിനേക്കാളും നല്ല രീതിയിലുള്ള റിട്ടേൺസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കുട്ടികളുടെ ഫണ്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഗവൺമെൻറ് സെക്യൂരിറ്റി പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി പോലെ ഏകദേശം 8-8.5% താഴെ മാത്രം റിട്ടേൺസ് കിട്ടുന്ന ഫണ്ടുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ പല ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളും വരുന്നുണ്ട്. ശ്രദ്ധിച്ച് മാത്രം നോക്കുക. കാരണം ഇൻഷുറൻസ് ആണോ, പരിരക്ഷയാണോ, അല്ലെങ്കിൽ നിങ്ങൾ മെച്യൂരിറ്റി ലാഭമാണോ, ഏതാണെന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്ത ശേഷം മാത്രം കുട്ടികളുടെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക.